തിരുവചനം തിരുമധുരമുള്ള പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോട് ശുശ്രൂഷ ആരംഭിക്കും. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ആണ് വാത്സല്യമായ സുരസുദാനാഥ, ഇത്രത്തോളം അടികളെ വഴിയിരുത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് വർഷത്തിൻ്റെ ദിവസം വരെ അവിടുന്ന് കാത്തിരുവാഴ്ചവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ അങ്ങയുടെ പൊൻകരാൽ സമർപ്പിക്കുന്ന കർത്താവേ, കൃപയാൽ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ, അവിടുന്ന് കർത്താവ് വചനം ലളിതമായി തൻ്റെ ജനത്തിലെത്തിക്കുവാൻ അടിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ക്രോളും ബലയും കണക്കിടാതെ കർത്താവ് അങ്ങനെ കൃപയുടെ നിറവിൽ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ അടിയുടെ വാക്കുകളോ ശബ്ദത്തോടോ വചസ്സോളോടുണ്ടായി കർത്താവ് ജനമങ്ങേന വചനമങ്ങേന അടിയനങ്ങേന കർത്താവ് അവിടെ കൃപയുടെ നിറവിൽ കർത്താവ് ഏറ്റവും ലളിതമായി കർത്താവ് വചനം എത്തിക്കുകയും കർത്താവ് വചനത്തിൽ ബലപ്പെടുത്തുവാൻ അടിയങ്ങളെ ഓരോരുത്തരും ഇടയാക്കുന്നതോടൊപ്പം കർത്താവ് ഇവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും മനസ്സിലാക്കി നികത്തിക്കൊണ്ട് കർത്താവ് കൂടുതലായിട്ട് അങ്ങയിൽ അടുത്ത് ജീവിപ്പാൻ കർത്താവ് അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഈ സാക്ഷിത പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലരിൽ പല കാര്യങ്ങളിൽ ആശ്രയം വയ്ക്കുന്നതാണ്, പലത്തിനും മഹത്വം കൊടുക്കുന്നതുമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക വ്യക്തിഗത കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പലപ്പോഴും നാം നോക്കുമ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മഹത്വം കിട്ടത്തക്കോണം അല്ലെങ്കിൽ നമ്മളെ ആദരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു പോകുന്ന ജനമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്പകാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അത് കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ താക്കീത് നൽകാതെ അവർ പോകുന്ന വഴിയിൽ പോകട്ടെ എന്ന് ചിന്തിക്കുക മാത്രമല്ല അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുവാൻ പോലും കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും വ്യക്തമായി നാം ആരാണെന്നും നമ്മുടെ ശരീരം എന്താണെന്നും ഒക്കെ അത് ആർക്കുള്ളതാണെന്നൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് പലപ്പോഴും നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ അപ്രകാരം വളർത്തുവാൻ കഴിയാത്ത അവസ്ഥകളിൽ പോകുന്ന ഒരു ജനസമ്മധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ആ മഹാമാരി കഴിഞ്ഞ് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ വരുന്നതും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ യുവതലമുറകൾ നല്ല ജീവിതം തേടി കടന്നു പോകുന്ന പാശ്ചാത്യ ദേശത്തെ പറ്റിയാണ്. അവരവിടെ കടന്നു ചെന്ന് കഴിഞ്ഞ് അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നോ അവർ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്നോ പലപ്പോഴും മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾക്കോ മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തും ഏതും ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു യുവതലമുറകളെയാണ് ഇന്ന് നാം കാണുന്നത്. എന്തുകൊണ്ട്? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വരണമെന്നും അവരുടെ ജീവിതത്തിൽ നന്മകൾ വരണമെന്നും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് ആലോചനകൾ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ഇത് ദൈവിക ഹിതമാണെന്നോ മനസ്സിലാക്കുവാനോ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും നാം നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അന്യാദാനപ്പെടുക മാത്രമല്ല ദൈവത്തിൽ നിന്ന് അകന്നൊരു ജീവിതമായി തീരുകയും വലിയ പ്രതിസന്ധികളിലും പ്രയാസത്തിലും കടന്നു പോകുന്ന അവസ്ഥകളും മാതാപിതാക്കൾക്ക് അതീവ വേദനകൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കേൾക്കുവാനും കാണുവാനും ഇടയാകുന്നുണ്ട്. ഇവയൊക്കെ ആയിട്ടും അതിനൊരു മാറ്റം വരുത്തുവാൻ ഇന്നത്തെ സാമൂഹിക മേഖലകളിൽ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം നാം ആത്മീയമായി അത്രമാത്രം ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടാടുന്നുണ്ടെങ്കിലും ദേവാലയങ്ങളിൽ യഥാസമയത്ത് കടന്നുപോയി ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും കൺവെൻഷൻ പന്തലുകളിലും സുവിശേഷ മഹായോഗങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവിടെ കേൾക്കുന്ന വചനങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുന്നെന്ന് ആരും ചിന്തിക്കാറില്ല. ആ കേൾക്കുന്ന വചനങ്ങൾ അവർക്ക് താല്പര്യപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ എന്ത് നല്ല പ്രസംഗം അല്ലെങ്കിൽ എന്ത് നല്ല വചനങ്ങൾ,
അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇത് ശരിയല്ല, ആൾക്കാരെ കുറ്റം പറയുന്ന അവസ്ഥ. അപ്പോൾ ഇന്ന് മാനുഷിക ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു കുറ്റം ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ലെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താണ് വന്ന് ഭവിക്കുന്നത്? നാം കടന്നു പോകുന്ന വഴികളോ മനസ്സിലാക്കാത്ത അവസ്ഥ തന്മൂലം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധികളിൽ ആയിത്തീരുകയാണ്. പഴയ നിയമത്തിൽ ഒരു പുരോഹിതനായ ഏലി പുരോഹിതൻ്റെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ അവൻ്റെ മക്കൾ വഴിവിട്ട ജീവിതം ജീവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പോലും വ്യക്തമായൊരു താക്കീത് കൊടുത്ത് അവരെ നേർവഴിയിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത അവസ്ഥ പുരോഹിതൻ ആയിട്ട് പോലും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് സാമൂഹ്യ തട്ടലോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ആത്മതലത്തിൽ ഏത് മേഖലയിലും നാം ആയിക്കൊള്ളട്ടെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം ദൈവസന്നിധിയിൽ ദൈവ വഴിയിൽ നയിക്കുവാൻ കഴിയുന്നെന്നൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഇനി പുരോഹിതനോട് ദൈവം പറയുന്ന കാര്യങ്ങളായിരിക്കും നാം മുൻപോട്ട് കാണുവാനും കേൾക്കുവാനും ഇടയാകുന്നത്. 1 ശമൂവേൽ 2:30 ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ നിശ്ചയമായും കൽപ്പിച്ചിരുന്നു. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. അതായത് യഹോവയുടെ ആലയത്തിൽ അവരുടെ പൂർവകാല പിതാക്കന്മാരും മുമ്പോട്ടുള്ള അതായത് ആ പാരമ്പര്യം നിലകൊള്ളത്തക്കോണം കൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് യഹോവ മാറ്റി എഴുതുകയാണ്. അവിടെ വ്യക്തമായി പറയുന്നത്, നിന്റെ പിതൃഭവനം എൻ്റെ സന്നിധിയിൽ നിത്യം ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ നിശ്ചയമായും കൽപ്പിച്ചിരുന്നു. അതായത് നിങ്ങൾ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷ, അതായത് നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ, അതായത് നിങ്ങളെ കുടുംബമായി വിളിച്ച് വേർതിരിച്ച നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും മുമ്പോട്ടുള്ള തലമുറകളും എൻ്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് നിശ്ചയമായി കൽപ്പിച്ചിരുന്നെന്ന് പറയുന്ന ദൈവം അത് കഴിഞ്ഞ് പറയുന്നത്, ഇപ്പോഴും യഹോവ അരുളിച്ചെയ്തത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്തുകൊണ്ട്? നമ്മെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ദൈവം ആക്കി വെക്കുമ്പോൾ, പ്രത്യേകിച്ചും ആത്മീയ മേഖലകളിൽ ദൈവം നമ്മളെ ആക്കി വെക്കുമ്പോൾ, നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോടൊപ്പം ആയിരിക്കുന്ന ആ സാമൂഹ്യ മേഖലകളിൽ എത്രമാത്രം നമുക്കൊരു മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ടെന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഓട്ടം തികച്ചു പോരാടി ദൈവത്തിൻ്റെ കിരീടം പ്രാപിക്കുമെന്ന് ചിന്തിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നെ ഒരു കുടുംബസ്ഥനായിക്ക് ദൈവമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നിന്റെ ഭവനത്തെ നിനക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ നിന്നൊരു മാറ്റപ്പെട്ട ജീവിതമാണ് നിങ്ങളുടേതാണെന്ന്. കാരണം എന്നെ വിളിക്കുമ്പോൾ ദൈവം, ഞാനൊരു കുടുംബസ്ഥനായിരിക്കുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളെ നേടുവാനാണ് ആദ്യം ദൈവം കൽപ്പിക്കുന്നത്. എൻ്റെ കുടുംബത്തിലൊരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളിലൊരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ, ഇന്ന് പല മാതാപിതാക്കൾക്ക് അവരോട് ഒന്നും പറയുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം, ഇന്നും പല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഭയപ്പെട്ടുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ ചിലപ്പോൾ സമ്പത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഔദ്യോഗിക ഔന്നത്യം കാണുമ്പോൾ അതിനെ ചൊല്ലിയ മാതാപിതാക്കൾ ഭയപ്പെട്ടൊരു ജീവിതം. എങ്കിലോ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ദൈവം അതിനാണ് അത് പറയുന്നത്. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് പറയുന്നത്. അതിന്മേൽ നമുക്ക് അവകാശമില്ല, ദൈവത്തിനാണ് അവകാശം. ഇന്ന് പലപ്പോഴും നാം ചിന്തിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ, അനേക മാതാപിതാക്കൾ
അവരുടേതായ ആഗ്രഹങ്ങൾ നിറവേറ്റത്തക്കോണമാണ് കുഞ്ഞുങ്ങളെ ഉപയുക്തമാക്കുന്നത്. ദൈവാലോചന മനസ്സിലാക്കുവാനോ എന്തിന് കുഞ്ഞുങ്ങളുടെ ഹിതം മനസ്സിലാക്കുവാനോ അവർ ചിന്തിക്കാതെ അവരെ പല കാര്യങ്ങൾക്ക് തള്ളിവിടുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. നാം യഥാർത്ഥമായി ദൈവ ആഗ്രഹപ്രകാരമാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം എത്രമാത്രം അവരുടെ ജീവിതത്തിലുണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ പുരോഹിതന്റെ എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വന്നപ്പോൾ വേണ്ടിയ രീതിയിൽ ശിക്ഷണത്തിൽ വളർത്തുവാൻ കഴിയാത്തതിൻ്റെ പ്രതിസന്ധിയാണ് ആ കാര്യങ്ങൾ യഹോവയായ ദൈവം കൽപ്പിക്കുവാൻ ഇട. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇപ്പോഴും അരുളി ചെയ്തത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. പാരമ്പര്യമായി അവർക്ക് നൽകിയിരിക്കുന്ന പുരോഹിതമായ ആ പദവിയിൽ നിന്ന് എന്നേക്കുമായി ഛേദിച്ചു കളയുന്ന അവസ്ഥ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പാരമ്പര്യമായ പലതും നാം നേടിയിട്ടുണ്ടായിരിക്കും, പലതിനും നാം അഹങ്കാരം കൊള്ളുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ഛേദിച്ച് കളയാൻ യഹോവയായ ദൈവത്തിനൊരു നിമിഷം മാത്രം മതി. അത് കഴിഞ്ഞപ്പോൾ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഇന്ന് നാം ദൈവത്തെ മാനിക്കുന്ന ജീവിതമാണോ, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മാനിക്കുന്ന ജീവിതമാണോ ജീവിക്കുന്നതെന്നൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് വായിക്കട്ടെ. 1 ശമൂവേൽ 3:12-14 വരെ വായിക്കുമ്പോൾ, ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് നിയന്ത്രിക്കാതിരുന്നതുകൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ലെന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുമ്പോൾ, അതായത് ദൈവദൂഷണം പറയുകയും അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് നിയന്ത്രിക്കാതിരുന്നത് കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ശിക്ഷ വിധിക്കും. ഇന്ന് പലപ്പോഴും ഇതുതന്നെയാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നാം കാണുവാൻ ഇടയാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസ യോഗ്യത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഔദ്യോഗിക സന്നദ്ധയിൽ ആയിത്തീർന്നു കഴിഞ്ഞാൽ, പലപ്പോഴും അവർ ദൈവത്തിൻ്റെ വഴിവിട്ടുള്ള ജീവിതമാണെങ്കിൽ പോലും അവരെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാറില്ല. അതിന് കാരണം അവർ ആ കുഞ്ഞുങ്ങളെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഭവനം വിട്ടു പോകുമോ എന്നോ, അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹതാൽപര്യത്തിനൊരു മാറ്റം വരുമോ എന്നുള്ള ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഒരു മാതാപിതാക്കളുടെ കണ്ണുനീരിൽ ദൈവം പ്രവർത്തിക്കുന്ന പലപ്പോഴും മറന്നു പോകാറുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ നേർവഴിയിൽ വരണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അവരുടെ കുഞ്ഞിന് ഒരാപത്ത്, ഒരു പ്രതിസന്ധി വരാൻ പാടില്ല, അതെൻ്റെ മുതലാണെന്നാണ്, എൻ്റെ അഭിമാനമാണെന്നാണ് ചിന്തിക്കുന്നത്. എന്ത് അഭിമാനം പ്രിയ സഹോദര സഹോദരി? വഴിവക്കിൽ പട്ടുപോയാൽ എന്ത് അഭിമാനം? നാം ഒന്ന് ചിന്തിക്കണം. ദൈവം എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നന്മകളാൽ നിറച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദാനങ്ങളാൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹത്തിനൊത്തവണ്ണം ഞാനും നിങ്ങളും ആ ദാനങ്ങളെ കാത്തുപരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിന് ഇരയാകുമെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതുതന്നെയാണ് ഇവിടെ ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. തൻ്റെ കുഞ്ഞുങ്ങൾ കാലം അവരുടെ പ്രതിഭവനത്തിന് എന്നെന്നും പ്രതിസന്ധിയിലേക്ക് ദൈവം ആക്കുന്ന അവസ്ഥ. അതായത് അവരുടെ പാരമ്പര്യം അവിടെ വെട്ടിക്കളയുകയാണ്. അതായത് മുമ്പോട്ട് പിന്നെ ഏലിയുടെ പാരമ്പര്യമില്ലാത്ത അവസ്ഥ. ഈ നാളുകൾ അത്രയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അപ്രകാരമാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവമാക്കുവാൻ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 6:21 വ്യക്തമായി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്.
നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഇന്ന് നിന്റെ നിക്ഷേപം കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നിന്റെ ഹൃദയം മാറിയിരിക്കും. കുഞ്ഞുങ്ങളുടെ നന്മകൾ കാണണം, പ്രാർത്ഥിക്കണം, നല്ലത് തന്നെ. പക്ഷെ അതിലാണ് നീ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഇവിടെ വ്യക്തമായ കർത്താവ് പറയുന്നത് നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറി നിന്റെ കുഞ്ഞുങ്ങളിലായിരിക്കുന്നു. അതാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? അതാണോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷികളാകുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ദേവാലയങ്ങളിൽ നാം കടന്നു ചെല്ലുമ്പോൾ ശൂന്യതയുടെ അവസ്ഥയാണ് കാണുന്നത്. കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്നില്ല, യുവതലമുറകളെ കാണുവാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പത്തും നമ്മുടെ പ്രയത്നം എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഏറ്റവും മേന്മേറിയ വിദ്യാഭ്യാസ യോഗ്യതയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ചിന്തിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ യഥാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ. നാളുകൾ കഴിഞ്ഞ് അവര് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ പിന്നെ നാം എത്ര വിലപിച്ചിട്ടും കാര്യമില്ല. പ്രിയ സഹോദര സഹോദരി, ഈ കർത്താവ് തന്നെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം എവിടെയാണ് അത് നിങ്ങളുടെ നിക്ഷേപം. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം കുഞ്ഞുങ്ങളുടെ മേലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കർത്താവിനോട് അടുത്തിരിക്കുവാൻ കഴിയുകയില്ല. 1 കൊരിന്ത്യർ 6:19-20 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. എന്തെന്നാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എത്ര വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് പറയുന്നത്. അതായത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. കാരണം കാൽവരിയിൽ ക്രൂശിൽ മേൽ ചൊരിഞ്ഞ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ് എൻ്റെയും നിങ്ങളുടെയും. അപ്പോൾ നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കാൽവരിയിൽ ക്രൂശിന്മേൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയായി വിലയ്ക്ക് വാങ്ങിയ ശരീരങ്ങളായിരിക്കുമ്പോൾ ആ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയാതെയുള്ള ജീവിതമാണെങ്കിൽ, ആ ശരീരം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയാത്തതാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നാം ദൈവത്തിൽ നിന്നുള്ള അകന്ന ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് പലപ്പോഴും നാം കാണുന്നത്, ആധുനിക സാംസ്കാരിക മേഖലകളിൽ കാണുന്നത്, നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാവിധ ആഘോഷങ്ങളിൽ നാം പങ്കുചേരുന്ന അവസ്ഥ. വേറിട്ടുള്ളൊരു ദൈവിക ജീവിതം നയിക്കുവാൻ ഭയപ്പെടുന്ന അവസ്ഥ. എന്തുകൊണ്ട്? സമൂഹത്തെ ഭയപ്പെട്ടുള്ളൊരു ജീവിതമാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ സമൂഹത്തെ, ക്രിസ്തുവിൻ്റെ ഉപനതി എന്ന് പറയുന്നുണ്ടെങ്കിൽ സമൂഹത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദാനങ്ങളായ കുഞ്ഞുങ്ങളെ ശരിയാണ്, വേണ്ടിയ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ഒരുക്കണം. അതോടൊപ്പം നാം ഒരു കാര്യം കൂടെ ചെയ്യണം, അവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ശാസനകൾ നൽകേണ്ടിയിരിക്കുന്നു, ശിക്ഷണത്തിൽ അവരെ വളർത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. 2 കൊരിന്ത്യർ 4:7 ഇപ്രകാരമാണ് പൗലോസ്ലീഹ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തിലാണ് ലഭ്യമായിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെതാണ് എന്ന് കാണിക്കേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലത്രേ ഞങ്ങൾക്കുള്ളത്. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ മൺപാത്രങ്ങളിലേക്കല്ല ഇത് നൽകിയിരിക്കുന്നത് പറയാൻ? കാരണം മൺപാത്രം വീണ് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. പിന്നെ അത് എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ശരിയായി, ഇന്ന് നമുക്ക് പറയാം പലവിധ ഗ്ലൂ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും പ്രിയ സഹോദര സഹോദരി,
നാം എത്രമാത്രം പരിശ്രമിച്ചാലും എവിടെയെങ്കിലും ഏറ്റവും മുഴച്ചുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് തിരിച്ച് ലഭ്യമാകുന്നത്. അതാണോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നാം ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ജീവിക്കുവാൻ വിളിച്ച് വേർതിരിച്ച് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആ ഉടഞ്ഞ ഒരു മൺപാത്രത്തെയാണോ നാം കാണുവാൻ ആഗ്രഹിക്കുന്നത്? അതോ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ദൈവകൃപയിൽ വളരുന്ന കുഞ്ഞുങ്ങളെയാണോ നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ ശരീരവും നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ ശരീരവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം ചിന്തിക്കണം. ഇന്ന് ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് പ്രിയ സഹോദര സഹോദരി. ശരിയാ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ നിയമങ്ങൾക്ക് ഇന്ന് പലവിധ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തൊടാൻ കഴിയുകയില്ല, അടിക്കാൻ കഴിയുകയില്ല, പല കാര്യങ്ങളുണ്ട്. എങ്കിലും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചവരെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? കൈ തൊടാതെ വലിയൊരു മതിലിനെ ദൈവത്തിന് വീഴ്ത്തുവാൻ കഴിയുമെങ്കിൽ കൈ തൊടാതെ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ പാതയിൽ ദൈവത്തിന് നിലനിർത്തുവാൻ കഴിയും. പക്ഷെ ആ പ്രതിക്രിയയിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചില വേദനകൾ വന്നെന്നിരിക്കും, പ്രയാസങ്ങൾ വന്നിരിക്കും. അത് വഹിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ നഷ്ടമാകുന്നതിനെക്കാട്ടി നന്നല്ലേ ഒരു വേദനയുടെ താഴ്വരയിൽ നിന്ന് കടന്നുപോയാലും അവരെ വീണ്ടെടുക്കത്തക്കോണം നമുക്ക് കഴിയെങ്കിൽ. അതുകൊണ്ടാണല്ലേ കർത്താവ് പറയുന്നത്, ഒരു കണ്ണിടർച്ചടിച്ച് അത് ചൂഴ്ന്ന് കളയുന്നതാണ് നന്ന്, എങ്കിൽ പൂർണ്ണ ശരീരം അന്ധകാരത്തിലാകുകയില്ലല്ലോ. എവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ അവസ്ഥയെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 തിമോത്തി 2:22 ഇപ്രകാരമാണ് പറയുന്നത്: യൗവനമോഹങ്ങൾ വിട്ടോടുക, യൗവനമോഹങ്ങൾ വിട്ടോടുക, ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടെ നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും പിന്തുടരുക. അതായത് യൗവനമോഹങ്ങൾ, യൗവനത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സ് ചാഞ്ചലപ്പെടുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും ടീനേജ് കഴിഞ്ഞ് യൗവനത്തിലോട്ട് കടന്നു വരുമ്പോൾ കാണുന്ന പല കാര്യങ്ങൾ മോഹിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകൾ, ആ മോഹത്തിൽ വീഴുന്ന അവസ്ഥകൾ. പക്ഷെ കണ്ണിനെയും വാക്കുകളെയും നമ്മുടെ ഓരോ കാര്യത്തിനെയും നിയന്ത്രിക്കുവാൻ നാം കർത്താവിനോട് കൽപ്പിക്കുകയാണെങ്കിൽ കർത്താവ് അതിനെ നിയന്ത്രിക്കുവാൻ ഇടയാകും. അതിനായി നാം പ്രാർത്ഥിക്കണം. നാം ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ വാക്കുകളും എൻ്റെ ദൃഷ്ടിയും എൻ്റെ ചെവികളിലും കർത്താവ് അങ്ങ് ഒരു കാവൽ നൽകണമേ. അരുതാത്തത് കാണാതിരിക്കുവാൻ, അരുതാത്തത് കേൾക്കാതിരിക്കുവാൻ, അരുതാത്തത് പറയാതിരിക്കാൻ, അരുതാത്തത് ചെയ്യാതിരിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കാവലായിരിക്കണം. അപ്രകാരം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിലും വൈകുന്നേരവും അവരിപ്പോൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും കർത്താവേ നിൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ടായി അവരൊരു പ്രതിസന്ധിയിലാകാതിരിക്കുവാൻ വേണ്ടി, ലോകമോഹങ്ങളിൽ പട്ടുപോകാതിരിക്കാൻ വേണ്ടി അങ്ങയുടെ ദൃഷ്ടി സദാ കാവലുണ്ടായിരിക്കണമേ. അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ അവരുടെ നന്മ രുചിച്ചറിയുവാൻ കഴിയും. ഏറ്റവും അവസാനം സങ്കീർത്തനക്കാരൻ പറയുന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അത് വ്യക്തിഗത ആഗ്രഹമല്ല, നാം കുടുംബമായി, ശുശ്രൂഷകളായി, കൂട്ടായ്മയായി അപ്രകാരം ജീവിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 27:4-5 വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. അപ്പോൾ ഇതായിരിക്കണം എൻ്റെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. യഹോവയുടെ ആലയത്തിൽ കുടുംബമായി, കൂട്ടമായി വസിക്കുന്ന സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ. അപ്രകാരം നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ
ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വന്ന അവസ്ഥയോ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് വന്ന അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിക്കും. കാരണം 5-ാം വാക്യത്തിൽ പറയുന്ന, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. എപ്പോഴാണ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കി നാം ജീവിക്കുമ്പോൾ ദൈവം അപ്രകാരം എന്നെയും നിങ്ങളെയും വഴി നടത്തുവാൻ ഇടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ കാലത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമാണ്. അവർ എവിടെ ആയിക്കൊള്ളട്ടെ, ഉപരിപഠനത്തിനോ മറ്റു കാര്യങ്ങൾക്ക് ഏത് രാജ്യത്തിലും കടന്നുപോയിക്കൊള്ളട്ടെ, ഒരമ്മയുടെ കണ്ണുനീർ, ഒരപ്പൻ്റെ വേദന ദൈവം കാണാതെ പോവുകയില്ല. അവരെ വീണ്ടെടുക്കണമെങ്കിൽ അപ്രകാരം കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ, വേദനയോട് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയുമെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ആ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കത്തക്കോണം ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശൈഖ് സർവ്വസ്തുതാംനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. പലപ്പോഴും കർത്താവെ, അടിയങ്ങൾ കർത്താവ് ലോകമോഹങ്ങളുള്ള ജീവിതം നയിച്ചു പോയിട്ടുണ്ടെന്ന് കുറവ് സമ്മതിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ കർത്താവ് ലോകത്തിൻ്റെ പ്രതാപങ്ങളിൽ എത്രയോ ഔന്നത്യത്തിൽ വളർത്തുവാൻ പരിശ്രമിച്ചെങ്കിലും പലപ്പോഴും അവരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടല്ലോ കുറവ് സമ്മതിക്കുന്ന കർത്താവെ. അങ്ങേ കുതിരഫലം അങ്ങയുടെ ദാനമാണല്ലോ കർത്താവ്. ദാനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കർത്താവെ, വഴിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കുവാൻ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ നിലവിളിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീരോടെ നിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കണ്ണുനീര് മറികടക്കാത്ത എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം യുവതലമുറയെ വീണ്ടെടുക്കത്തക്കണം, അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ സമയത്ത് അടിയനെ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായ സ്തോത്രം, തന്നെ ജനത്തെ നയിക്കുവാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. അടിയൻ്റെ കുറവുകളും ബലയും കണക്കിടാതെ കർത്താവെ, എൻ്റെ കൃപ കർത്താവ് ഇതിന്മേൽ വ്യാപരിച്ച് അനേകരെ വിശ്വാസത്തിലും കർത്താവ് ഇതിൻ്റെ വചനത്തിൽ ഉറപ്പിക്കുവാൻ ഇടയാക്കണം. സാക്ഷിക്കുന്നു പിതാവ്, കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.